ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. ഇന്ത്യ ആരുമായും ശത്രുത പുലർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സമാധാനമാണ് കാക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഠനത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ചട്ടക്കൂടായി ദേശീയ വിദ്യാഭ്യാസ നയം മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ ഫെഡറൽ സംവിധാനത്തിന്റെ മികവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. IPL-ൽ ലക്നൌവിനെതിരെ ബംഗളൂരു ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങളുടെ വിതരണം രാഷ്ട്രപതി ഭവനിൽ നടന്നു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലെ 68 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചത്. ഈ വർഷം പ്രഖ്യാപിച്ച 139 പത്മ പുരസ്കാരങ്ങളിൽ 71 നേരത്തെ രാഷ്ട്രപതി സമ്മാനിച്ചിരുന്നു. കൊല്ലപ്പെട്ട ഭീകരർക്ക് ദേശീയ ബഹുമതി നൽകി പാകിസ്ഥാൻ സേന ആദരിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അത് പാകിസ്ഥാൻ സേനയുടെയും ഭീകരരുടെയും സംയോജിത തന്ത്രത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. जो आतंकवादियों के जनाजे निकले, उस जनाजे को स्टेट ऑनर दिया गया पाकिस्तान में. उनके कॉफिन पे पाकिस्तान के झंडे लगाए गए. उनकी सेना ने उनको सैल्यूट दी. ये सिद्ध करता है ये आपकी सोची समझी युद्ध की रणनीति है. ഇന്ത്യ ആരുമായും ശത്രുത പുലർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സമാധാനമാണ് കാക്ഷിക്കുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. ലോകക്ഷേമത്തിന് സംഭാവന നൽകുന്ന രീതിയിൽ രാജ്യത്തിന്റെ പുരോഗതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ 5536 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം എക്സിക്യൂഷൻ മോഡലിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. ആഭ്യന്തര എയ്റോസ്പേസ് വ്യാവസായിക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. എയ്റോസ്പേസ് മേഖലയിൽ സ്വാശ്രയത്വം ഉറപ്പാക്കുന്നതിന് ദേശീയ വൈദഗ്ധ്യം, ശേഷി എന്നിവ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പഠനത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ചട്ടക്കൂടായി ദേശീയ വിദ്യാഭ്യാസ നയം മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മീഡിയ നെറ്റ്വർക്കിന്റെ വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യങ്ങൾ, ആധുനികവൽക്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ജമ്മുകാശ്മീരിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു. പഹൽഗാം ടൂറിസ്റ്റ് റിസോർട്ടിലാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. ഭീകരാക്രമണത്തിന് ശേഷം മേഖലയിലെ വിനോദസഞ്ചാരം ഉൾപ്പെടെ പുനരുജ്ജീവനത്തിന്റെ പാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നത്. ചിഹ്നങ്ങളുടെയും പേരുകളുടെയും അനുചിതമായ ഉപയോഗം തടയൽ നിയമം 1956 പട്ടികയിൽ സർവർക്കറുടെ പേര് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ സർവർക്കറെ അപമാനിക്കുന്നതും മൌലികാവകാശങ്ങളുടെ ലംഘനവുമാണെന്നാണ് ഹർജിയിലെ വാദം. എന്നാൽ മൌലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AG മാസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു. ഇന്ത്യയുടെ ദേശീയ വിമാനമായ ഹൻസയിലെ പരിശീലന പരിപാടി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവലോകനം ചെയ്തു. CSIR നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് പുതിയ വിമാനം തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നത് അഭിമാനകരമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ബംഗളൂരുവിൽ ശാസ്ത്രവകുപ്പ് സെക്രട്ടറിമാരുമായുള്ള ഉന്നതതല അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസത്തിലും നൈപുണ്യ വികസനത്തിലും നിർമ്മിത ബുദ്ധിക്ക് പരിവർത്തനാത്മകമായ പങ്കാണുള്ളതെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തെ യുവജനങ്ങൾ AI സാങ്കേതിക വിദ്യ സ്വായത്തമാക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ AIക്ക് ഏറെ സാധ്യതകളാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെന പലാസിയോസ് അടുത്ത മാസം 2 മുതൽ 4 വരെ ഇന്ത്യ സന്ദർശിക്കും. മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ബിസിനസ് പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ ഉന്നതതല പ്രതിനിധി സംഘം അദ്ദേഹത്തോടൊപ്പം സന്ദർശനത്തിൽ പങ്കാളികളാകും. ഇന്ത്യ സന്ദർശിക്കുന്ന രണ്ടാമത്തെ പരാഗ്വേ പ്രസിഡന്റാണ് പെന പലാസിയോസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മുംബൈയിൽ വ്യവസായ സാങ്കേതിക തല ചർച്ചകളിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. നേവിയുടെ കപ്പലായ തരണിയിൽ ലോക പര്യടനം നടത്തുന്ന സാഗർ പരിക്രമ സംഘത്തെ സ്വാഗതം ചെയ്യാനൊരുങ്ങി നാവികസേന. ഈ മാസം 29-ന് സംഘം ഗോവൻ തീരത്തെത്തുമെന്ന് നാവികസേന പ്രസ്താവനയിലൂടെ അറിയിച്ചു. മർമഗോവ തുറമുഖത്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ സമീപനം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുന്നു. BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ഇന്ന് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണെന്നും ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ടെന്നും യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. On the issue of terrorism, the whole world needs to speak in one voice. So many designated terrorists are there in Pakistan, which UN has declared, their groups have declared, and India did a precision strike as a last resort. Sindoor is only paused. Pakistan will have to give a good account of itself, whereby they must stop terrorism, cross-border terrorism. സംഘം ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി നാളെ റോമിലേക്ക് തിരിക്കും. DMK കനിമൊഴിയുടെ നേതൃത്വത്തിൽ സ്ലോവേനിയയിലെത്തിയ മറ്റൊരു സംഘം നാഷണൽ കൌൺസിൽ നേതാക്കളുമായി സംവദിച്ചു. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ഗയാന സന്ദർശിച്ചു. JDU MP സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സർവകക്ഷി സംഘം സിംഗപ്പൂരിലെ വിദേശകാര്യ ആഭ്യന്തര സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ സുപ്രിയ സുലെ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ ഫെഡറൽ സംവിധാനത്തിന്റെ പരസ്പര സഹകരണത്തിന് തെളിവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി 50 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആലുവ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, P രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ഈ മാസം 31 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ പ്രളയ സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പും നൽകി. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 30 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ലക്നൌവിലെ ഏകാന സ്റ്റേഡിയത്തിലാണ് മത്സരം. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗാണ് ഇന്ത്യയ്ക്കായി മെഡൽ നേടിയത്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും HS പ്രണോയിയും രണ്ടാം റൌണ്ടിലേക്ക് കടന്നു. കാനഡയുടെ വിൻ യു ഷാങ്ങിനെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. ആദ്യ റൌണ്ടിൽ HS പ്രണോയ് ഡാനിഷ് താരത്തെ തോൽപ്പിച്ചു. പഞ്ചാബിൽ അമൃത്സർ ബൈപ്പാസിൽ റെസിഡൻഷ്യൽ കോളനിയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. ബെബർ ഖൽസ ഇന്റർനാഷണലുമായി ബന്ധമുള്ളയാളാണ് കൊല്ലപ്പെട്ടതെന്ന് അമൃത്സർ ബോർഡർ റേഞ്ച് DIG അറിയിച്ചു. പ്രദേശം പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. 2025 കരട് രജിസ്ട്രേഷൻ ബിൽ സംബന്ധിച്ച് 30 ദിവസത്തിനുള്ളിൽ പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര ഭൂവിഭവ വകുപ്പ്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ പേപ്പർ രഹിതവും പൌരകേന്ദ്രീകൃതവുമായ രജിസ്ട്രേഷൻ സംവിധാനം ബിൽ വിഭാവനം ചെയ്യുന്നതായി ഗ്രാമവികസന മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. ഇന്ത്യ ആരുമായും ശത്രുത പുലർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സമാധാനമാണ് കാക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഠനത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ചട്ടക്കൂടായി ദേശീയ വിദ്യാഭ്യാസ നയം മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ ഫെഡറൽ സംവിധാനത്തിന്റെ മികവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. IPL ലക്നൌവിനെതിരെ ബംഗളൂരു ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.